ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നൈനയുടെയും ആദർശിന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളൂ കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിൽ വിഷു ഒക്കെ ആയതുകൊണ്ട് തന്നെ, ഓശാന ഞായർ വിഷു ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അപ്കമിംഗ് വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തില്ലായിരുന്നു. കുറച്ച് ബിസിയൊക്കെ ആയിട്ട് പോവായിരുന്നു. അപ്പൊ അതാണ് കേട്ടോ നമ്മൾ വരാതിരുന്നത്. അപ്പൊ ഇനിയൊന്നും അങ്ങോട്ടേക്ക് സ്ഥിരമായിട്ട് നമ്മൾ വിശേഷങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. എന്തെങ്കിലും ആഘോഷ ദിവസങ്ങളിലൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അപ്പൊ അതാട്ടോ നമ്മളൊക്കെ മിസ് ചെയ്ത് കളഞ്ഞത്. അപ്പൊ ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് തന്നെ കടക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ നയനയുടെ കള്ളത്തരം ആദർശും കയ്യോടുകൂടി പൊക്കാൻ പോവാം. അപ്പൊ ആദർശിനും ജയനും ഒക്കെ വല്ലാത്തൊരു സംശയം ഉണ്ട് കേട്ടോ. ദേവയാനി നയനയും കൂടി ഇവരെ പറ്റിക്കുകയാണോ എന്ന്. പക്ഷെ നമ്മുടെ ജയന് വലിയ പ്രശ്നമൊന്നുമില്ല. ജയൻ അത് വലിയ കാര്യമാക്കി എടുക്കുന്നുമില്ല. അങ്ങനെയല്ലല്ലോ നമ്മുടെ ആദർശിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്ന് നയനോട് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ആദർശിനെ നയനെ പറ്റിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശ് അത് ഒരിക്കലും ക്ഷമിക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആദർശ് നയനയും തമ്മിൽ വലിയൊരു പ്രശ്നത്തിലേക്കാണ് ചെന്ന് എത്തിച്ചേരുന്നത്. ആദ്യം അമ്മായിയമ്മയും മരുമകളും വഴക്കാണ് എങ്കിൽ, അമ്മായിയമ്മയും മരുമകളും ഒന്നിക്കുമ്പോൾ ഇവിടെ ആദർശും നയനയും വീണ്ടും പിണങ്ങാൻ പോവുകയാണ്. അവർ തമ്മിൽ വഴക്കാകാൻ പോവുകയാണ്. എന്തോ നമ്മുടെ നയനയ്ക്ക് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു, ഭർത്താവിന്റെയും അമ്മായിയമ്മയുടെ സ്നേഹം ഒരുമിച്ച് കിട്ടാനുള്ള ആ ഒരു യോഗം അതില്ലെന്നാണ് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. കുറച്ച് 2-3 സീനുകളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു വിശേഷമാണ് കേട്ടോ. അപ്പം നമ്മുടെ ആദർശിന് മാത്രമല്ല കേട്ടോ സംശയങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. ഹബിക്കും ജലജയ്ക്കും ഒക്കെ നല്ല സംശയമുണ്ട്. എന്താണ്, എന്തുകൊണ്ടാണ് എന്നൊന്നും അറിയില്ല. നമ്മുടെ ജലജ എത്തുന്നുണ്ട് അനന്തപുരി തറവാട്ടിലേക്ക്. പഴയതുപോലെ അല്ല ജലജ അനന്തപുരി തറവാട്ടിലേക്ക് വരുന്നത്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ജലജയ്ക്ക്. കാരണം തൻ്റെ മകളുടെ അമ്മായിയമ്മ ജലജ ഇപ്പോൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, തൻ്റെ മകളെ സ്നേഹിക്കുന്നുണ്ട്, തൻ്റെ വീട്ടുകാരെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഒരു പ്രത്യേക സ്വാതന്ത്ര്യവും അധികാരവും ഒക്കെ നമ്മുടെ കനകദുർഗയ്ക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് കനകദുർഗ ഇങ്ങോട്ടേക്ക് വരുന്നത് കുറച്ച് പവറോടൊക്കെ കൂടി തന്നെയാണ്. എല്ലാവരെയും ഒന്ന് വരച്ച വരയിൽ നിർത്തണം. അപ്പൊ അതിനുവേണ്ടി തന്നെയാണ് വരുന്നത്. കുറെ പലഹാരങ്ങളും ഒക്കെ ആയിട്ട് നയനയെ കാണാൻ വരികയാണ്. ഇപ്പൊ നവ്യ നമ്മുടെ നന്ദാവനത്തിലാട്ടോ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നവ്യക്ക് പലഹാരങ്ങളുമായിട്ട് വരണ്ടല്ലോ. അപ്പൊ നയനയ്ക്ക് കുറച്ച് പലഹാരങ്ങളൊക്കെ ആയിട്ട് വരുന്നു. വന്നപ്പോൾ തന്നെ നമ്മുടെ ജലജ അതിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. ജലജയാണെങ്കിൽ ഒരു മകളെ കൊണ്ടുപോയി, എന്നിട്ട് തന്ത്രപൂർവ്വം മറ്റേ മകളെ കൊണ്ടുപോയിട്ട് തിരിച്ചു വിട്ടിരിക്കുന്നു. അറിയാടി, നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നന്നായിട്ട് അറിയാടി. നീ മുതലെടുക്കല്ലേടി, ഈ കുടുംബത്തിൽ നിന്ന് ഓരോന്ന് മുതലെടുക്കാനല്ലേടി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നാണമില്ലേടി നിനക്കൊക്കെ? ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കിടന്ന് ഇപ്പൊ എന്തോ ഒരു തുരുമ്പ് കിട്ടി അതിനകത്ത് പിടിച്ചു കയറി വന്നു നിന്റെ മകൾ ഇവിടെ എല്ലാവരെയും അങ്ങോട്ട് മയക്കിയെടുത്ത് അങ്ങോട്ട് വെച്ചു. അത് പോരാഞ്ഞിട്ട് മൂർത്തീസ് ജ്വല്ലറിയുടെ എല്ലാം അങ്ങോട്ട് പിടിച്ചടക്കി ഇപ്പൊ ഒരു ചീഫ് ഡിസൈനർ എന്നൊരു സ്ഥാനവും കിട്ടി. അത് കിട്ടിയെന്ന് പറഞ്ഞ എല്ലാം തികയുന്നാണോ നീ വിചാരിക്കുന്നത്? ഒരിക്കലും ഇല്ലടി. നോക്കിക്കോ, അവളുടെ സ്ഥാനം തെറിച്ചിരിക്കും അഹങ്കാരികള്. എന്താടി നീ കരുതിയത്? ഇവിടെ അവളുടെ അമ്മായിയമ്മ അവിടുന്ന് സ്നേഹത്തോടു കൂടി അവളെ ഇവിടെ വിളിച്ചോണ്ട് വന്ന് ട്രീറ്റ് ചെയ്യുകയാണെന്നോ, സ്നേഹിക്കുകയാണെന്നോ? ഇല്ല കനകെ, അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. നിന്റെ കെട്ടിയോന്റെ ഒക്കെ കണ്ണടയ്ക്കാൻ വേണ്ടി മാത്രമാടി അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കനക പറഞ്ഞു, ജലജയ് നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എനിക്ക് ഒരു പ്രശ്നവും. കാരണം ഈ കുടുംബത്തിലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് പ്രതികരിച്ചാൽ പോരെ, അല്ലാതെ ഈ കുടുംബത്തിൽ നിന്ന് വെളിയിൽ വരുന്നവരൊക്കെ പറയുന്നത് കേൾക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞപ്പം കനകദുർഗ ഇത് പറയുന്നത് കേട്ടതും ജലജ എന്നിട്ട്, എന്താടി നീ പറഞ്ഞത്? ഈ കുടുംബത്തിലെ ആരും അല്ലെന്നോ ഞാന്? നിന്നോട് ആരാ പറഞ്ഞത് ഞാൻ ഈ കുടുംബത്തിലെ ആരും അല്ലെന്ന്? ഈ കുടുംബത്തിൽ വലിയൊരു അധികാരം എനിക്ക് തന്നിട്ടുണ്ട് അച്ഛനും അമ്മയും. സ്വന്തം മകൾ അല്ലെങ്കിൽ കൂടി അവരെന്നെ സ്വന്തം മകളായിട്ടേ കണ്ടിട്ടുള്ളൂ. അതിന് നിന്നെ അല്ല സ്വന്തം മകളായിട്ട് കണ്ടിട്ടുള്ളത്, നിന്റെ ഭർത്താവിനെ അല്ലേടി സ്വന്തം മകളായിട്ട് അല്ല സ്വന്തം മകനായിട്ട് കണ്ടിട്ടുള്ളത്. നിന്റെ ഭർത്താവിനെ നീ അടിച്ചോടിച്ചു. അപ്പം നീ ഇവിടെ താമസമായി. നിന്റെ ഭർത്താവ് വെറുതെ അല്ലേ നിന്റെ കൂടെ ഇല്ലാത്തത്? എങ്ങനെ നിൽക്കാനാ നിന്നെ പോലൊരു സാധനത്തിന്റെ കൂടെ? അങ്ങേര് എത്ര കൊല്ലം നിന്റെ കൂടെ ജീവിച്ചെന്ന് എനിക്കറിയില്ല, പക്ഷെ അത്രയും കൊല്ലം സഖി കേട്ടിട്ടായിരിക്കും പോയത്. അതുപോലെ ഒരു മുതലല്ലേടി നീ എന്ന് കനക പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ദേവയാനി വരികയാണ്. ദേവയാനിയുടെ മുഖത്തൊരു പുച്ഛഭാവം മാത്രമേ ഉള്ളൂ.
ഇത് കേട്ടിട്ട് ജലജ പറഞ്ഞു, അല്ല ഏടത്തി, ഏടത്തി ഇതൊന്നും കേൾക്കുന്നില്ലേ? എന്നെ കുറിച്ച് ഇവള് പറയുന്ന അപവാദമൊക്കെ കേൾക്കാതെ ഏടത്തി ഇവളോട് ഒന്നും പറയാതെ എന്താ ഏടത്തി ഇത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറയാണ്, അതെ ജലജയെ, നീ മിണ്ടാതിരിക്കുക. വീട്ടിൽ ഒരാൾ വരുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് കയറി ചൊറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും വായ ഒരുപോലെയല്ല. തിരിച്ചു മാന്താൻ അറിയാവുന്നവരും ഉണ്ട്. അവർ ചിലപ്പോൾ മാന്തിന്നോ പിച്ചിപ്പറിച്ചെന്നോ ചിലപ്പോൾ മായി തോന്നി ഇതൊക്കെ വിളിച്ചു പറഞ്ഞെന്നൊക്കെ ഇരിക്കും. പിന്നെ വല്ല അടിയും കിട്ടിക്കഴിഞ്ഞാല് അറിയാലോ, അടിയും ചിലപ്പം കിട്ടും. അതും കൊണ്ട് എന്റെ ജലജെ, നീ ഇപ്പം മിണ്ടാതിരിക്കും. അല്ല കനക എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ദേവയാനി. ഇവര് തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തതുപോലെ വളരെ ദേഷ്യത്തിലാണ് ചോദിക്കുന്നത്, ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ എന്നുള്ള രീതിയിൽ. അപ്പോഴേക്കും നമ്മുടെ കനക പറഞ്ഞു, ഞാൻ വന്നത് അത് പിന്നെ ആദർശിന്റെ അമ്മയെ എന്റെ മോളെ കാണാൻ വേണ്ടിയാ വന്നത്. അല്ല, എന്റെ മോളുമായിട്ട് ഇപ്പോഴും നിങ്ങൾ സ്നേഹത്തിന് തന്നെയാണല്ലോ അല്ലേ? ആ അത് പിന്നെ സ്നേഹത്തിലൊക്കെ തന്നെയാണ്. കേറി വാ വന്ന് മോളെ കണ്ടോ എന്നിങ്ങനെ ദേവയാനി പറഞ്ഞു വിളിച്ച് കയറ്റുകയാണ്. അപ്പൊ എല്ലാവരുടെയും മുമ്പിൽ അഭിനയിക്കുന്ന പോലെ ദേവയാനി വാ കനകദുർഗ, വാ വന്ന് കയറി അകത്തേക്ക് പോയി കണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ കനകദുർഗ എങ്കിൽ ശരി ദേവയാനി ചേച്ചി നമുക്ക് പറഞ്ഞ് അകത്തേക്ക് പോയപ്പോഴത്തേക്കും ജലജ പറഞ്ഞു, ഓ എന്റെ പൊന്നേടത്തി, ഏടത്തിയുടെ ഒരു ഗതികേട്, ഇതിനെയൊക്കെ സഹിക്കേണ്ടി വന്നല്ലോ ഏടത്തിക്ക്. ഇവന്മാരുടെയൊക്കെ കാലും കയ്യും പിടിച്ച് നിൽക്കേണ്ടി വരുന്നല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് മൊത്തത്തില് എന്തുവാ ഏടത്തി എന്താ ഇങ്ങനെയായി തീർന്നത്? അത് പിന്നെ ജലജെ, ഇപ്പൊ എനിക്ക് കുറച്ച് കണ്ണടച്ചൊക്കെ നിന്നേ പറ്റൂ. അറിയാലോ, ബിസിനസ് നല്ല രീതിയിൽ കയറി പൊക്കോണ്ടിരിക്കുക. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അവളെ ഈ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ മൂർത്തീസ് ജ്വല്ലറി പണ്ടത്തെ പോലെയല്ല. നയന ഇല്ലാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിമ്മായി പോകും. ലോസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ലോസ് ആയി പോകും. ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാനേ ഒരിക്കലും എനിക്ക് പറ്റില്ല. കാരണം മൂർത്തീസ് ജ്വല്ലറിക്ക് മൂർത്തീസ് ജ്വല്ലറിയുടേതായ അന്തസ്സും അഭിമാനവും ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ നയനി ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഈ ഒരു ലെവലിന് തന്നെ പോയേനെ. പക്ഷെ ഇപ്പൊ ആ മൂർത്തീസ് ജ്വല്ലറിയിൽ വരുന്നത് തന്നെ നയന കളക്ഷൻസ് കാണാൻ വേണ്ടിയാ. മാത്രമല്ല നയന തന്നെ അത് എടുത്തു കൊടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന സന്തോഷം എന്താണെന്ന് അറിയുവോ? അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ജലജ്. നമ്മൾ ഇത്രയും വരെ ഈ കുടുംബം എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജ്വല്ലറി കാരണമാണ്. മാറ്റ് സ്വർണം വിറ്റ് നമ്മുടെ ജ്വല്ലറി കാരണമാണ് നമ്മൾ ഈ ലെവലിൽ ഇപ്പൊ എത്തി നിൽക്കുന്നത്. അപ്പം അതിനോടുള്ള ബഹുമാനം നമുക്ക് വേണമല്ലോ. ഇനി നയനി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജ്വല്ലറി ലോസ് ആയി പോകും. അതോടുകൂടി മുത്തശ്ശനും മുത്തശ്ശിയും അറിയാലോ, അച്ഛനും അമ്മയും ഒക്കെ ആകെ തകരും. അതൊന്നും കാണാൻ എനിക്ക് പറ്റില്ല, പ്രത്യേകിച്ച് എന്റെ മകന്. ഇത് കേട്ടപ്പോഴേ ജലജ പറഞ്ഞു, ഏടത്തി ഒരു കാര്യം ചെയ്യ, അവൾമാരെ എടുത്ത് തലയിൽ അങ്ങോട്ട് കയറ്റി വെച്ചോ. അതായിരിക്കും ഏടത്തി. ഒരു ദിവസം അവൾമാരെ ഏടത്തിനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തും. അന്ന് ഏടത്തി പഠിച്ചോളും എന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങോട്ട് പോയിട്ടോ. അപ്പോഴേക്കാണ് നമ്മുടെ ദേവയാനി മനസ്സിൽ വിചാരിക്കുന്നത്, എടി ജലജയെ, നിന്നെപ്പോലും ഒന്നും അല്ലടി എന്റെ മരുമകളും എന്റെ മരുമകളുടെ വീട്ടുകാരും നല്ലവരാടി. അവര് ഒരിക്കലും ഈ കുടുംബത്തിന്റെ തിന്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല, അത്യാഗ്രഹമുള്ളവരും അല്ലടി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് നേരെ പോവുകയാണ് നമ്മുടെ കനകയുടെ അടുത്തേക്ക്. അങ്ങനെ ദേവയാനി കനകയും റൂമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. കനകയും നയനയും റൂമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവയാനി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. പേര് വല്ല മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പൊ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോഴേക്കും പെട്ടെന്ന് ദേവയാനി വാതിലങ്ങോട്ട് അടച്ചു. വാതില് അങ്ങോട്ട് പതുക്കി അങ്ങ് ചാരിയിട്ട്, ഓ എന്റെ കനകയെ, സത്യം പറയാലോ, ഇവരുടെയൊക്കെ മുമ്പിൽ അഭിനയിച്ചു നിൽക്കണമെങ്കിലേ കുറച്ച് പാടുപെടും. പാടുപെടും. ഞാൻ കുറെ പാടുപെട്ടതാണല്ലോ. അതുമല്ല, ഞാൻ കയ്യോടെ പൊക്കിയത് കൊണ്ട് എനിക്ക് മനസ്സിലായി. അതെ, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലത് അമ്മായിയമ്മയും മരുമകളും. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒരിക്കലും സ്നേഹപ്രകടനം നടത്തരുത്. അതുമാത്രമല്ല, ചുറ്റിനും ക്യാമറ കണ്ണുകൾ പോലെ അവരുടെ 3 പേരുടെയും കണ്ണുണ്ടെന്ന് ഓർത്തണം. ആ അനാമികയുടെയും ജലജയുടെയും ജാനകിയുടെയും. എങ്കിലും ജാനകി ഇത്ര മാറിപ്പോകുന്നു ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞപ്പോ ദേവയാനി പറഞ്ഞു, അത് പിന്നെ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു നല്ലൊരു മരുമകളെ. അതുപോലെ ഒരു മരുമകളെ കിട്ടിയെന്ന് ഓർത്ത് അവൾ ഇരിക്കുന്നത് അനാമികയെ. പക്ഷെ അനാമിക എന്താണെന്നും ഏതാണെന്നും ഒന്നും ഇവിടെ ആർക്കും മനസ്സിലായിട്ടില്ല. അതിപ്പോ ഏതും ആയിക്കോട്ടെ, എങ്ങനെയെങ്കിലും ഒക്കെ രണ്ടിനെയും കൂട്ടി യോജിപ്പിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പൊ യോജിച്ചില്ലെങ്കിൽ എന്താവും എനിക്കറിയില്ല. അനിയുടെ കാര്യം ഓർക്കുമ്പോൾ സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ആ വേണു രേവതിയും അനാമികയും തമ്മിലുള്ള കൂട്ട് അവസാനിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ പകുതി ദുഷിച്ച സ്വഭാവം തന്നെ പോകും. ഈ അച്ഛനും അമ്മയും തന്നെ ആ കുട്ടിക്ക് വളം വെച്ച് കൊടുക്കുന്നത്. പിന്നെ നന്ദു ഇപ്പം അവിടെ പോലീസ് ക്യാമ്പിലായതുകൊണ്ട് തന്നെ അവർക്ക് തമ്മിൽ കൂടുതൽ അടുക്കാനുള്ള അവസരങ്ങളൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രശ്നമില്ലായിരിക്കും. പിന്നെ നന്ദുവിനോട് കാര്യങ്ങളൊക്കെ നയന പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അനിയോടും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പം രണ്ടുപേരും ഇത്തിരി രസമില്ലാതെയൊക്കെയാ പോകുന്നതെങ്കിലും അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ നേരത്തെ പോലെയൊന്നുമില്ല. എന്തൊക്കെയോ അനാമിക അവൻ പറയുന്നതൊക്കെ അനുസരിച്ച് നിൽപ്പുണ്ട്.
ആ അതെന്തു ഏതു ആയിക്കോട്ടെ. ഏതാണെങ്കിലും അനിയുടെ ജീവിതം അത് സുരക്ഷിതത്വമാക്കണം. ജാനകിക്ക് എന്തെങ്കിലും ഒരു വിളവ് വീഴും. അവളുടെ മരുമകള് ആരാണ് എന്താണെന്നൊക്കെ മനസ്സിലാകും. അന്നൊരിക്കലും അവളെ തള്ളിക്കളയാൻ പാടില്ല. അവളെ പറഞ്ഞു മനസ്സിലാക്കുക ചെയ്യേണ്ടത്. അവൾ ഒരുപാട് വിവരദോഷികളുടെ കൂടെയാണല്ലോ വളർന്നത്. സ്വന്തം അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കാത്ത കാര്യങ്ങൾ ഞാനും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നെങ്കിലും ഒരു ദിവസം ശരിയാകുമായിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ അനാമികയുടെ അനിയുടെയും കാര്യമൊക്കെ പറയുകയാണ്. അതിനിടയിലാണ് നമ്മുടെ ആദർശ മുറ്റത്തേക്ക് വരുന്നത്. ആദർശ് ഓഫീസിൽ നിന്ന് വന്ന് അകത്തേക്ക് കയറുന്നു. ഇതൊന്നും കാണുന്നില്ല കേട്ടോ. നയനയുടെ റൂമിലാണ് ഇവിടെ സംസാരവും ബഹളവും ഒക്കെ. സംസാരിച്ച് എല്ലാവരും പരസ്പരം ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കുകയാണ്. നയനയും കനകയും ദേവയാനിയും. അങ്ങനെ നമ്മുടെ പതിയെ കേറി വന്നു. റൂമിനകത്തുനിന്ന് എന്തൊക്കെയോ അട്ടഹാസമൊക്കെ കേൾക്കാം. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ആദർശിന് വല്ലാത്തൊരു സംശയം. ആരായിരിക്കും അകത്ത്? ഇനിയിപ്പം ദേവയാനിയും അതുപോലെ തന്നെ നമ്മുടെ നയനിയുമാണ് എന്നൊക്കെയാണ് പ്രതീക്ഷിച്ച് പതുക്കെ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാല് കണ്ണു തള്ളിപ്പോകുന്ന കാഴ്ചയാണ്. ഭയങ്കര ചിരിയും കളിയുമായിട്ട് നിൽക്കുന്ന കനകയും ദേവയാനിയും അതുപോലെ നയനയും. ഒരു നിമിഷം പകച്ചുപോയി എന്റെ ബാല്യം എന്ന് പറയുന്നത് പോലെ ആദർശൻ പകച്ചുപോയി കേട്ടോ. ആദർശൻ എന്ത് ചെയ്യണമെന്നറിയില്ല. ആദർശ് പതിയെ അവിടെ നിന്ന് മാറിയിട്ട് ഓഹോ, അപ്പം അമ്മായിയമ്മയും മരുമകളോടും ഒപ്പം തന്നെ എൻ്റെ അമ്മായിയമ്മയും എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ. എല്ലാവരും കൂടി എന്നെ വിഡ്ഢിയാക്കുമായിരുന്നല്ലേ. പോട്ടെ, എൻ്റെ അമ്മയും എൻ്റെ അമ്മായിയമ്മയും ഒക്കെ എന്നിൽ നിന്ന് സത്യങ്ങൾ മറച്ചു വെച്ചിരിക്കാം. പക്ഷേ എൻ്റെ കൂടെ കഴിയുന്ന എല്ലാം ഷെയർ ചെയ്യുന്ന നയന ഇത് മറച്ചു വെച്ചത് എന്തിനായിരിക്കും? അവക്ക് അപ്പൊ എന്നോട് അത്ര വിലയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് ഇങ്ങനെ മാറി നിൽപ്പുണ്ട്. ഏതായാലും നയനയെ വെറുത്തു തുടങ്ങുമോ നമ്മുടെ ആദർശ്? അമ്മായിയമ്മ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ഭർത്താവ് വെറുത്ത് തുടങ്ങുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ ഇതിന്റെ ബാക്കി കഥയുമായിട്ട് ഞാൻ നാളെ ഉച്ചയ്ക്ക് കറക്റ്റ് 12:45 നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും കേട്ടോ. മിസ് ചെയ്ത് കളയരുത്. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മളിതിൽ അപ്കമിങ് വിശേഷങ്ങൾ മാത്രമാണ് പോസ്റ്റ് ചെയ്യുന്നത്. മെയിൻ ചാനലിലാണ് നമ്മൾ ഫുൾ വിശേഷവും പ്രമോ വിശേഷവും പോസ്റ്റ് ചെയ്യുന്നത്. രാവിലെ ഫുൾ വിശേഷം കറക്റ്റ് ഒരു 7:30 ആകുമ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യും. ഇന്നത്തെ ഫുൾ വിശേഷവും നമ്മൾ നമ്മുടെ മെയിൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വൈകിട്ട് ഒരു 9:30 കൂടി നമ്മൾ നയനയുടെയും ആദർശിന്റെയും കഥയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കാത്തിരിക്കാട്ടോ. അപ്പൊ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. പോകുമ്പോൾ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. ടാറ്റാ, ബൈ ബൈ.